ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു മാത അമ്പാടിക്കൊന്ന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുവാണ്. അന്നേരം ഞാനാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് നിന്ന് എടുക്കുവാണ്, അവൻ കാണാതെ. ഗൈസ്, ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഹോട്ട് വീലാണ്. ഇതവൻ കാണാതെ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്ന സാധനം. സർപ്രൈസ് അവിടെ ഇരിക്കും. ഓക്കെ, ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് സാധനം. ഗൈസ്, ഇത് ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓ ഗൈസ്, ഇവിടെ ഒരു ടേപ്പ് ഉണ്ടായിരുന്നു. ഗൈസ്, ഇതാണ്ട് ഇപ്പം എല്ലാം വെളിയിലോട്ട് ഇറക്കുവാണ്. ഗൈസ്, ഇത്രയുമാണ്. ഗൈസ്, ഇത് സൂപ്പർ ഹീറോസിൻ്റെ ഫോട്ടോയിലാണ്. ഇതിൻ്റെ കവറിൻ്റെ അകത്ത് തന്നെ സൂപ്പർ ഹീറോയുടെ പടമൊക്കെ ഉണ്ട്. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ ഷീൽഡ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇത് കണ്ടാൽ എല്ലാവരും സ്പൈഡർമാൻ്റെ ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് വിഡോ എന്ന്. ഇതിൻ്റെ ആണെങ്കിൽ വേറൊരു മോഡൽ എൻ്റെ കയ്യിലുണ്ട്, അയൺമാൻ്റെയാ. ഇതിൻ്റെ പെയിൻ്റൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. അത് നിങ്ങളെ ഇപ്പം കാണിക്കാം. ഇത് സ്പൈഡർമാൻ്റെയാണ്. ഇത് നല്ല രസമുണ്ട്, ഭയങ്കര മോഡിഫിക്കേഷനൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി വേറെ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാം നിങ്ങളെ. ഗൈസ്, ഇത് നിങ്ങൾക്കാണെങ്കിൽ ഹോട്ട് വീൽസ് ആണെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒത്തിരി എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഹോട്ട് വീൽ ഇതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ഡൈകാസ്റ്റ് ആണ്. ഡൈകാസ്റ്റ് എന്ന് വെച്ചാൽ മണ്ടയ്ക്കാണെങ്കിൽ എന്താ മെറ്റൽ, താഴെ പ്ലാസ്റ്റിക്, എന്നാലും ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ ഹോട്ട് വീലിൽ തന്നെ എഴുതും, പക്ഷേ ഇത് ഡൈകാസ്റ്റ് ആണ്. നിങ്ങൾ മേടിക്കുമ്പം ഇതിൻ്റെ അടിവശമൊക്കെ നോക്കണം, ഹോട്ട് വീലാണോ ഡൈകാസ്റ്റ് ആണോ എന്ന്. ഓക്കെ, ഇനി മേളിലുണ്ട് കുറച്ച്, അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഗൈസ്, ഇതാണെങ്കിൽ ഒരു ഗോപ്രോയുടെ കവറിൻ്റെ അകത്താണ്. നേരത്തെ ഒരു ഗോപ്രോയുടെ ഒരു വീഡിയോ ആണെങ്കിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചായിരുന്നു. ഒസ്മോയാണ് പേര്. ഗൈസ്, ഇതെല്ലാം എനിക്കുള്ള ഇപ്പം അൺബോക്സ് ചെയ്തതിൻ്റെ അകത്തുള്ള മോഡലൊക്കെ ആയിരുന്നു. ഇത് എൻ്റെ അനിയൻ്റെ ഇത്. അവൻ ഉറങ്ങിയുണ്ടോ എടുത്തേ, അല്ലെങ്കിൽ അവനാണെങ്കിൽ എന്നെ അടിച്ചേനെ. അവൻ്റെ അതിൻ്റെ അകത്ത് ഇത് 2 ഹോട്ട് വീലും ഉണ്ട്, 2 എന്താ സ്പൈഡർമാൻ്റെ വണ്ടിയുണ്ട്. ഗൈസ്, ഇത് ഒരു പുതിയ വണ്ടിയാണ്. ഞാൻ ഇതാണ്ട് ഇത് എൻ്റെ അനിയനിപ്പം പൊട്ടിച്ച വണ്ടിയായിരുന്നു. പൊട്ടിച്ചല്ല, ഈ വണ്ടിയുടെ തന്നെയാണെങ്കിൽ വേറെ എൻ്റെ ഞാൻ ഭയങ്കര വഴക്കാളിയായിരുന്നു. ഇതിനാണെങ്കിൽ ഹോട്ട് വീൽ തന്നെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇത്രയൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇത് ഗോൾഡ് മോഡലാണ്. ഇതിൻ്റെ അകത്ത് എഴുതിയൊക്കെ നിൽക്കാൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് എത്ര എറിഞ്ഞാലും പൊട്ടത്തില്ല. വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. ഇതിനെല്ലാം അത്രയ്ക്ക് പവറുള്ള വണ്ടിയാണ്. മറ്റേതൊക്കെ എറിയുവാണെങ്കിൽ പൊട്ടിയൊക്കെ പോവും. ഗൈസ്, ഇത് ലംബോർഗിനിയാണ്. ലാസ്റ്റ് ഇതിൻ്റെ പേരൊക്കെ നിങ്ങളെ പറയാം. ഇതുണ്ട്, ഇതാണ് ലാസ്റ്റ്. ഇത് വല്ലാത്തൊരു വണ്ടിയാണ്. ഇതും ഹോട്ട് വീൽ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ കവർ ഇങ്ങനെ വന്ന് എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇതിൻ്റെ പേരല്ലേ നിങ്ങളെ പറയാം. ഗൈസ്, ഇപ്പം ഇതിൻ്റെ പേരൊക്കെ നിങ്ങളെ പറയാം. അതിൻ്റെ കൂടെ ഡൈകാസ്റ്റ് ഹോട്ട് വീലൊക്കെ ഏതാണെന്ന് പറയാം. ഇത് രണ്ടും സെയിമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഈ അടിവശമാണെങ്കിൽ ഇങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് ഡൈകാസ്റ്റ് ആണ്. ഇത് സ്പൈഡർമാൻ്റെ വണ്ടി. ഇതിൻ്റെ പെയിൻ്റൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഇതും ഡൈകാസ്റ്റ് തന്നെയാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് അയൺമാൻ്റെ വണ്ടിയാണ്. ഇതും ഡൈകാസ്റ്റാണ്. ഇത് ബ്ലാക്ക് വിഡോയുടെയാണ്. ഇനി നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഗൂഗിളിൽ ചെന്ന് അടിച്ച് നോക്കിയാൽ മതി. ഇതും ഡൈകാസ്റ്റ്. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെയാണ്. ഇതാണെങ്കിൽ ഇപ്പം കാണിച്ചതിൻ്റെ അയൺമാൻ്റെ വണ്ടി തന്നെയാണ്. ഇതുണ്ടായി കസ്റ്റ.
ഇതിൻ്റെ സ്പൈഡർമാൻ്റെ വണ്ടി 2 എണ്ണം കാണിച്ചായിരുന്നല്ലോ. ഇതാണെങ്കിൽ പാക്കിങ്ങിന് പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. ഇതാണെങ്കിൽ ഡൈകാസ്റ്റ് തന്നെയാണ്. ഇതുണ്ട്. ഇതിൻ്റെ പേരാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടാണെങ്കിൽ എന്തോ ഒരു പഴഞ്ചൻ വണ്ടിയുടെ ലുക്കാണ്. ഇത് ജീപ്പാണ്. ഇതിൻ്റെ മണ്ടവശമൊക്കെ അവൻ പൊട്ടിച്ച് കളഞ്ഞാ. ഇതും ഡൈകാസ്റ്റിൻ്റെ മോഡൽ തന്നെയാണ്. പക്ഷേ ഇത് കണ്ട് ഇങ്ങനെ ആയിരിക്കും ഇത് ചിലപ്പം. കണ്ടോ, ഭയങ്കര സ്ട്രോങ് ആയി ഇത്. ഗൈസ് ഇതും ഡൈകാസ്റ്റാ. ഇതാണെങ്കിൽ ഒരു പഴയ ഇതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന XUV-യുടെ കൂട്ടൊക്കെ. ഇതും സാധാ ഒരു വാൻ തന്നെയാണ്. ഇതും ഡൈകാസ്റ്റിൻ്റെയാണ്. ഇത് ആണെങ്കിൽ ഡോഡ്ജ് മസ്റ്റാങ്കാ ഇത്. ഇത് ഹോട്ട് വീലിൻ്റെയാണ്. എത്ര അടിച്ചാലും ഒന്നും സ്ട്രോങ്ങാണ്. ഒറ്റത്താണ് ഇത് എൻ്റെ തീക്കകത്ത് വീണിയായിരുന്നു, എന്നിട്ടൊന്നും പറ്റിയില്ല. ഇതും ഡൈകാസ്റ്റിൻ്റെ തന്നെയാണ്. ഇതാണെങ്കിൽ ഒറിജിനൽ വണ്ടിയല്ലേ ഇത്. ഡൈകാസ്റ്റിൻ്റെ ചിലപ്പോൾ ആണെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കിയ വണ്ടിയായിരിക്കും. ഇത് ലംബോർഗിനി. ഇതുമാണെങ്കിൽ ഡൈകാസ്റ്റിൻ്റെയാണ്. ഇതാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ വിചാരിക്കും റിയൽ ആയിട്ടില്ലെന്ന്. റേസിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ ഇതുണ്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ. ഇത് പഴയ കാലത്തെയൊക്കെ വണ്ടിയാണ്. ഇതും ഭയങ്കര സ്ട്രോങ് ഹോട്ട് വീലിൻ്റെയാണ്. ഇതിൻ്റെ പേരെന്തുവാണെന്ന് ഞാൻ മറന്നു. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഹോട്ട് വീലിന്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. ഈ ഹോട്ട് വീലിൻ്റെ നോക്കുവാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒത്തിരി എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡാണ്. ഭയങ്കര സ്ട്രോങ്ങാണ്. എത്ര അടിച്ചാലും പൊട്ടത്തില്ല. ഇതും ഹോട്ട് വീലിൻ്റെ തന്നെയാണ്. ഈ ആൻമാൻ്റെ വണ്ടി നേരത്തെ കാണിച്ചതല്ലേ, ഇതും ഡൈകാസ്റ്റിൻ്റെയാണ്. ഇതാണ് ലാസ്റ്റ് വണ്ടി. ഇതും ഡൈകാസ്റ്റാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വണ്ടിയൊക്കെ. ഇനിയാണെങ്കിൽ അടുത്ത വീഡിയോക്കകത്ത് എൻ്റെ ആണെങ്കിൽ വേറെ കുറച്ച് ഇതിനേക്കാളും ഒത്തിരി ഹോട്ട് വീലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ട്രക്കും ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രക്കാണ്. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഞങ്ങൾ ഇടുന്ന അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.